ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിനെ ആരാധിക്കുവാനും ബന്ധപ്പെടുത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. വീണ്ടും ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു. എന്നെ തന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഷൈജ ജോണി. ഞാൻ കോതമംഗലം എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന ദേശത്ത് കോതമംഗലം എന്ന ദേശത്തിൽ നിന്ന് കടന്നു വരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്. ഞാൻ ഡിഗ്രി പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ BBA പത്തനംതിട്ടയിൽ ഫസ്റ്റ് ഇയർ BTech പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. അല്പനേരത്തിന്റെ വചനചിന്തയ്ക്കായി റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപകരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം നൽകിയ ആ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ ആദ്യമേ തന്നെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ മുമ്പിൽ സദസ്സിലിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ അധ്വാനിക്കുന്നവരും പല ശുശ്രൂഷകളും ചെയ്യുന്നവരാണ്. അതിന് മുമ്പിലിരുന്നും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ ദൈവന് യോഗ്യനാക്കിയതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ റോമാലേഖനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനം എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ വേദശാസ്ത്രത്തിലെ നട്ടെല്ലാണ് ഈ ലേഖനം എന്ന് പറയുന്നത്. സുവിശേഷ ഉപദേശങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ പ്രതിപാദിപ്പിച്ചിരിക്കുന്നതാണ് ഈ ലേഖനത്തിൽ അത്രേ. നീതീകരണം മുതൽ മഹത്വീകരണം വരെ ഉള്ള കാര്യങ്ങൾ പടിപടിയായി വിവരണം ചെയ്യുന്നത് നമുക്ക് ഈ ലേഖനത്തിലൂടെ കാണുവാൻ സാധിക്കും. ഇതും മുഴുവൻ തിരുവെഴുത്തുകളിലേക്കുള്ള മാർഗവും വെളിച്ചവുമാണ് ഈ റോമാലേഖനം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ ആത്മീയ പ്രതിദിനം അന്യാണ് റോമാലേഖനം എന്ന് നമുക്ക് ഇതിലൂടെയൊക്കെ നോക്കുമ്പോൾ, റോമാലേഖനത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനത്തിലേക്ക് നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ അതിൻ്റെ ആഴമായ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ഇതിലൂടെ സാധിക്കും. കാരണം റോമാലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടികട്ടിയായതും ഏറ്റവും വളരെ വിഷമകരമായ ഒരു ലേഖനമാണ് ഈ പൗലോസിന്റെ റോമാലേഖനം എന്നുള്ളത്. അതിലേക്ക് ആഴമായി ചിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആത്മീയ സത്യങ്ങളെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1-ാം അധ്യായം മുതൽ അതിന്റെ 11 വരെയുള്ള അധ്യായം വരെ ഉപദേശവും 12 മുതലുള്ള ബാക്കിയുള്ള അധ്യായങ്ങളൊക്കെയും പ്രായോഗികമാണ്. ഈ റോമാലേഖനത്തിലേക്ക് നമുക്ക് ഒന്ന് വിരലോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. കൃപയാൽ നീതീകരിക്കപ്പെട്ടവർ അവരുടെ അനുദിന ജീവിതത്തിൽ എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഈ റോമാലേഖനം 12 മുതൽ 16 വാക്യങ്ങളിലൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു വിശ്വാസിക്ക് ദൈവത്തോട് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, ദൈവത്തോടുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. എനിക്ക് ഏൽപ്പിച്ച സമയത്തിനുള്ളിൽ അല്പം ചിന്തകൾ അതിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വം, ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരയാഗമായി അർപ്പിച്ചാണ് നമുക്ക് രക്ഷ ഒരുക്കി തന്നത്. ആ രക്ഷിക്കപ്പെട്ടതിലൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ നാം ആ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മുടെ ദൈവത്തോടുള്ള ഉത്തരവാദിത്തമാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കും. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ
6-ാം അധ്യായം 19 മുതൽ 20 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താനുങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നല്ലോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായാൽ ശരീരങ്ങൾ ആ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ശരീരം ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെസഹ രാത്രിയിൽ എല്ലാ ഇസ്രായേലിനും പകരമായി ലേവിയെ ദൈവത്തിന് തനിക്കായി വേർതിരിപ്പിച്ച് അവരെ പ്രത്യേക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവരവിടെ വിശുദ്ധരായിരിക്കണം എന്നാണ് നമുക്ക് ലേവ്യ ലേഖനത്തിലൂടെയൊക്കെ നമ്മളെ വിരലൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും പുരോഹിതന്മാരാണ് കർത്താവിന്റെ സന്നിധിയിൽ. ആ ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്നുള്ളത് അവിടത്തേക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ ക്രിസ്തു യേശുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെങ്കിൽ വിശ്വാസത്തിൽ അത്രേ ജീവിക്കുന്നത്. മക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്വഭാവത്തിൽ ജീവിക്കുന്നതല്ല. നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോകപ്രകാരം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവർ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്തിരുന്ന പ്രവൃത്തികളെ അന്നത്തെ പ്രവൃത്തികളൊക്കെ അങ്ങ് നിർത്തും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും ആ പ്രവൃത്തി ആരംഭിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ ദൈവം അങ്ങനെയല്ല നമ്മളെ ആഗ്രഹിക്കുന്നത്. ഈ വിശുദ്ധിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അല്പനേരത്തെ വിശുദ്ധിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാ ദിവസം ശരീരം പാപത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ഞായറാഴ്ച മാത്രം എല്ലാവരുടെയും മുമ്പിൽ വിശുദ്ധനായി എന്ന് കാണിക്കുന്ന വിശുദ്ധിയല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ജീവിതം ശരീരം ശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ റോമാലേഖനത്തിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് ഇവിടെ ഉദ്ധരിച്ച് പറയുകയാണ്, 6-ാം അധ്യായത്തിലേക്ക് ഉദ്ധരിച്ച് പറയുകയാണ് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക എന്നുള്ളത്. ആ വേദഭാഗത്തിലേക്കൊന്നും പോകുവാൻ എനിക്ക് സമയമില്ല. ആ വേദഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, പാപത്തിന്റെ ഉപകരണമായ ശരീരം ദൈവത്തിന് പ്രസാദകരമായ ശരീര അവയവങ്ങളായി ശുദ്ധിയോടെ സൂക്ഷിക്കണം എന്ന് പൗലോസ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മന്ദിരമായ ഈ ശരീരം പാപത്തിന് അടിമപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വരുന്ന ഈ അനുദിന ജീവിതത്തിൽ ആ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുക, നമ്മുടെ സമയം ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുക, അതിലൊക്കെ ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതാണ്. നമുക്ക് വേണ്ടി ചെയ്ത വലിയൊരു നന്മകൾ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയൊരു നന്മകളെ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നമ്മളോടുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം: നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുക്കുക, നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തിന് തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് വിശുദ്ധിയോടെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കേണ്ടതാണ്. അതിനൊന്ന് രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈ ലോകത്തിന് അനുരൂപകരാകരുത് എന്നുള്ളതാണ്. നമ്മുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം ഈ ലോകത്തിന് അനുരൂപകരാകരുത്. ഈ ലോകത്തിന് അനുരൂപകരാകാനുള്ള പ്രലോഭനം ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം എപ്പോഴുമുണ്ട്. എന്നാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നവർ ആണെങ്കിൽ നാം ഈ ലോകത്തിൽ
ലോകത്തിനു വേണ്ടി ജീവിക്കുന്നവരല്ല എന്ന് നമ്മളൊന്ന് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും ലോകത്തിലുള്ളവർ കൂടി അറിയണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഗലാത്യർ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ പിതാവായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകം ദൈവത്തെ അറിയാത്ത അതിൽ നിന്ന് നമ്മെ വേർതിരിച്ചിരിക്കുന്നത് നാം ഓരോരുത്തരും അനന്യരും പരദേശികളുമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടുത്തവരല്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ആണ് നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ആത്മീയ തലമുറകളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വിപരീതമല്ലേ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആ കർത്താവിനെ വെളിപ്പെടുത്തുവാനാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ ഇവിടെ ഓരോരുത്തരെയും നമ്മെ ആക്കിയിരിക്കുന്നത്. പ്രിയമുള്ള, ഇന്നത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കേണ്ട സ്ഥാനത്ത് ഭൗതിക കാര്യങ്ങൾക്കല്ലേ നാം 1-ാം സ്ഥാനം കൊടുക്കുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14 മുതൽ 15 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: വക്രതയും കോട്ടയുമുള്ള തലമുറകളുടെ നടുവിൽ നിന്ന് നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. നമ്മളായിരിക്കുമ്പോൾ വചനം പ്രമാണിച്ച് ദോജസ്സുകളെ പോലെ പ്രകാശിക്കുന്നവരായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ഇളകി ജീവിക്കുന്നവരല്ല. ഈ ലോകം നമുക്കൊരു സ്വദേശമുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഭവനം പണിത് നമ്മെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഇവിടെയുള്ളവരല്ല. നമ്മുടെ ഭൗതിക കാര്യങ്ങളെ മാറ്റിവെച്ച് ആ കർത്താവിന് പ്രസാദകരമായ ഉത്തരവാദിത്തമുള്ള ഒരു ജീവിതം, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഈ ലോകത്ത് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർക്കട്ടെ. അതിന്റെ ഉത്തരവാദിത്തത്തിന്റെ മൂന്നാമത്തെ കാര്യം എന്നുള്ളത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ മൂന്നാമത്തെ കാര്യം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നമ്മുടെ ജീവിതം നമ്മുടെ ആത്മീയ വളർച്ചയുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദൈവത്തോടുള്ള ബന്ധത്തിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാരണം രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് തൻ്റെ അനുദിന ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കണം. രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് സ്വർഗീയ ഭവനത്തിന്റെ അംഗമായി തീർന്നു. പക്ഷേ അത് ഉപയോഗിക്കണമെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ടപ്പോൾ ആ സ്വർഗീയ ഭവനത്തിന്റെ അംഗമായി തീരുവാനിടയായി. പക്ഷേ നമുക്ക് അവിടെ ആത്മീയ അനുഗ്രഹങ്ങൾ കർത്താവ് തന്നു. പക്ഷേ അത് ഉപയോഗിക്കണമെങ്കിൽ അത് ആത്മീയ പക്വതയുള്ളവരെ ആയി തീർന്നാൽ മാത്രമാണ് അത് ഉപയോഗിക്കുവാൻ സാധിക്കും. കർത്താവ് തന്ന ആത്മീയ അനുഗ്രഹങ്ങൾ എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം താഴോട്ടേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അത് പക്വതയുണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അതേ നിലയിൽ തുടരുകയാണെങ്കിൽ ആ വ്യക്തി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് ആ കർത്താവായ യേശുവിനെ രക്ഷിക്കപ്പെട്ട് ആ സന്നിധിയിലേക്ക് കടന്നു വന്ന് അത് തുടർന്നുള്ള ജീവിതത്തിൽ അതുപോലെ ജീവിക്കുകയാണെങ്കിൽ ആ സഭയ്ക്ക് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നില്ല എന്നാണ് അവിടെ നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. അന്നാണ് നമുക്ക് 2-ാം അധ്യായം കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മൂടുപടം നീങ്ങിയ മുഖം കർത്താവിന്റെ തേജസ് പോലെ കണ്ണാടി പോലെ പ്രദർശിക്കുന്നവരായിരിക്കുക. കണ്ണാടി ദൈവത്തിന്റെ വചനമാണ്. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഒരു കുറവും നീക്കേണ്ടത് നമുക്ക് ആ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും അത് ഓരോ ദിവസവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുവാൻ നമുക്ക് ഓരോരുത്തരും സാധിക്കും. അതാണ് എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറഞ്ഞു: നിങ്ങളെ കണ്ണിലെ ഉള്ളിലെ ആത്മാവ് ബന്ധമായി
പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആത്മാവിനെ പുതുക്കം പ്രാപിക്കുന്നതിലൂടെ മാത്രമാണ് അത് സാധിക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ സ്വഭാവം വെളിപ്പെട്ട് രൂപാന്തരപ്പെട്ട് വളർന്നു വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് അനേക ചിന്തകൾ കടന്നു വരാം. പക്ഷേ ഈ ചിന്തകളിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അകത്തെ മനുഷ്യൻ പ്രകാശിക്കുന്നതിലൂടെയാണ്. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ നാം ഓരോരുത്തരും നമ്മെ തന്നെ പരിശോധിക്കുവാൻ ഇടയായിത്തീരുക. ആ കർത്താവിന് പ്രയോജനമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഇടയായിത്തീർക്കട്ടെ. ഞാൻ പറഞ്ഞത് റോമാലേഖനം 12-ാം അധ്യായം ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ്. അത് 2 കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ഇടയായിത്തീരുന്നത്. നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുകയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, ലോകത്തിന് അനുരൂപരാകരുത്, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടത്. ഈ 4 കാര്യങ്ങളാണ് ഇത് കാണുവാൻ സാധിക്കുക. അതിൽ 2 കാര്യങ്ങളാണ് 3 കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടത്. ഈ അവസരം തന്നാൽ ദൈവത്തോടും സഭയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.